പെയേഴ്സ് ആണോ രണ്ടുപേരും? അല്ല ഞങ്ങള് ബെസ്റ്റീസാണ്. സീരിയസ്ലി കഴിഞ്ഞ പടത്തിൽ നിങ്ങൾ കപ്പിൾസ് ആയിരുന്നു, ഭാര്യയും ഭർത്താവുമായിരുന്നു. ഇതില് ബെസ്റ്റീസ് ആയി. എന്താ ഉദ്ദേശം? ഞങ്ങൾക്ക് അങ്ങനെ ദുരുദ്ദേശമൊന്നുമില്ല. കാണുന്ന നിങ്ങൾക്ക് വല്ല ദുരുദ്ദേശം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ തെറ്റല്ല. ചേട്ടാ വിവാദപരമായ ഒരു ഉത്തരമാണ് ഒരു ഉദ്ദേശം. 60ാമത്തെ വയസ്സില്ല വിവാദം. നമുക്ക് അന്ന് ഡേറ്റ് തന്ന സമയത്ത് നമ്മൾ സിറി മുസ്ലിം പിന്നെ കൊച്ചിരാജാവ് ചെയ്ത സംവിധായകനാണ്. അപ്പൊ നമ്മളിന്ന് ഒരു തനിയാവർത്തനം അമരമൊന്നും അല്ല പുള്ളി പ്രതീക്ഷിക്കുന്നത്. എന്നെ പ്രതീക്ഷിക്കുന്ന ഒരു ഭയങ്കര രസമുള്ളൊരു സിനിമ, ഒരു അഴിച്ചുവിടൽ, അഴിഞ്ഞാട്ടമായിരുന്നു. അങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ മമ്മൂക്കയോട് പറഞ്ഞു, നമുക്ക് 2 കൈ നിന്നിട്ട് സ്വീകരിച്ചു. പിന്നെ സൂപ്പർ ഗുലാൻ എന്ന് പറഞ്ഞിട്ട് ബാലഭൂമിയിൽ കാർട്ടൂൺ വരെ വന്നു. ഇപ്പോഴും നമുക്ക് ഭയങ്കര എൻജോയ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാൻ എൻജോയ് ചെയ്യുന്ന, അല്ലെങ്കിൽ ചാനലിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ടെലികാസ്റ്റ് ചെയ്യപ്പെട്ട മമ്മൂക്ക ചിത്രം സൂപ്പർ ഗുലാൻ. ഇപ്പൊ നമുക്ക് മഞ്ജുവിനോടൊക്കെ അഭിനയിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഇത്രയും വലിയൊരു അഭിനേത്രിയോട് അഭിനയിക്കാൻ നമ്മുടെ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. അല്ല, ഞാൻ അഭിനയിക്കുമ്പോ എനിക്ക് ഭയം തോന്നും. ഒരു പുതിയ ക്രിക്കറ്റർ നമ്മുടെ ഒരു മാൽക്കം മാർഷലിന്റെ ബോൾ ഫേസ് ചെയ്യുന്ന അതേപോലെയാണ്. പറഞ്ഞ രഞ്ജിത്തിന്റെ ഒരു പെരുമാറ്റവും കാര്യങ്ങളും ഞാൻ പറഞ്ഞ സിനിമയിലെ ജീവിതത്തിൽ നമുക്ക് തോന്നും നമുക്കൊരു മകനായ ഇതുപോലെ അങ്ങനെ തോന്നിപ്പിക്കുക. അത് വലിയ കാര്യമാണ്. അല്ല, ഞാൻ ഈ കല്യാണിയോടെ ഹൃദയം ചെയ്യുമ്പോൾ എൻ്റെ വീട്ടിൽ പിള്ളേരും വൈഫൊക്കെ ചോദിച്ചു എങ്ങനെയുണ്ട് കല്യാണി. അപ്പോൾ ഞാൻ പിള്ളേരോട് പറഞ്ഞു, ഇനി നിന്റെ കൂടെ കൊണ്ടുവന്ന് വളർത്താൻ തോന്നുന്നു. കാരണം ഒരു ശല്യം. രഞ്ജിത്ത് നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ ജോൺസൺ ഒരു പേരിട്ടു, വൈബ് തന്ത. പുതിയ ടാഗ് ലൈൻ. അല്ല, തന്തവൈബ് പറയാറുണ്ടല്ലോ. പിന്നെ എന്തോ കോംപ്ലിമെന്റ് അല്ലേ? ഞാൻ കോംപ്ലിമെന്റ് ആയിട്ട് ആ രീതിയിലല്ല പറഞ്ഞത്. ഇയാളെ മലയാളം ഉണ്ടാക്കിയില്ല. ഇതാണോ പറഞ്ഞത് നല്ല കുട്ടിയാണെന്ന് മകൻ? അല്ല, മകൻ നല്ല കുട്ടിയാണ്. എന്നോട് അങ്ങനെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു പഴയ ആളുകളെ പഴയതെന്ന് വിളിക്കുന്ന പുതിയ ആളുകൾ അറിവില്ലായ്മ കൊണ്ടാണ് വിളിക്കുന്നത്. അവരെയൊക്കെ വല്ലപ്പോഴും സ്മരിക്കണം. ഡെയിലി സ്മരിച്ചാൽ അതിന്റെ അനുഗ്രഹം പുതിയ തലമുറയ്ക്ക് കിട്ടും. പിന്നെ ഫോൺ ചെയ്തിട്ട് ക്യാരക്ടർ വിളിച്ചപ്പം ചേച്ചി ക്യാരക്ടർ ചെയ്ത് നന്നാവും, ചേച്ചി ചെയ്താലേ നന്നാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ച്. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മാക്സിമം പറ്റുന്നില്ല, എനിക്ക് ഷൂട്ട് എന്തൊക്കെ തിരക്ക്. ഞാൻ അരുണേടാ പറ്റത്തില്ല, എനിക്ക് ചേച്ചി ചെയ്താലേ ശരിയാവുള്ളൂ ചേച്ചി, ഇങ്ങനെ ഓക്കെ എല്ലാം ചെയ്തപ്പോഴേ അതാര് ചെയ്താലും നന്നാവും. ലാസ്റ്റ് ഞാൻ ഈ ഡയലോഗ് കേൾക്കുന്നത് ചേച്ചി ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ആര് ചെയ്താലും. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൈന സൗത്ത് പ്ലസ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് UK ഓക്കെ എന്ന പടത്തിന്റെ വിശേഷം പങ്കുവെക്കാനാണ്. അതിൻ്റെ കൂടെ എനിക്ക് എന്നാ പറയേണ്ടതെന്ന് നിർത്തില്ല, ഫുൾ ഫാമിലി എൻ്റെ കൂടെ ഉണ്ട്. നമുക്ക് നിറഞ്ഞിരിക്കുമോ? 1 2 3 4 5 6 7 പേരുണ്ടല്ലേ? 7 പേരുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം ഇവിടെ ജോണി ആന്റണി സർ, മഞ്ജു ചേച്ചി, രഞ്ജിത്ത്, സാരംഗി, ആൻ മാം, അരുൺ ചേട്ടൻ, റോണി ചേട്ടൻ, എല്ലാവർക്കും വെൽക്കം ടു ദ ഷോ. എടുത്ത് പറയാൻ എനിക്ക് പറ്റണില്ല എന്നറിഞ്ഞിരിക്കുന്നത് കൊണ്ട്. സോ നിങ്ങൾക്കാർക്ക് ഇത് കിട്ടിയില്ല? എന്താ സംഭവം? ഇത് ആക്ച്വലി എനിക്ക് ഇവിടെ വന്നപ്പം എന്നോട് പറഞ്ഞു UK പോകാൻ ഒരു പാസ്പോർട്ട് തരാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്ന പാസ്പോർട്ടാ. ഇതിൽ തുറന്ന് വരുമ്പോഴേ എനിക്ക് കാണാൻ പറ്റുന്നത് ഇതാണ്. നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഇതെന്താ സംഭവം? ഞങ്ങൾക്ക് മാത്രം ഐഡിയ ഇല്ല, ബാക്കി എല്ലാവർക്കും ഉണ്ട്. ആസ് എ ഡയറക്ടർ എന്ന രീതിയിൽ ഡയറക്ടറിന് എന്തെങ്കിലും ഐഡിയ? ഇല്ല, ഇത് എന്റെ ഐഡിയ അല്ല, എനിക്കറിയില്ല. ഓക്കെ, ആ രാജ്യം ഉണ്ടല്ലോ, യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള, അതിനു വേണ്ടിയുള്ള പാസ്പോർട്ടാണ്. അതിനു വേണ്ടിയുള്ള പാസ്പോർട്ട്. ഇത് ആക്ച്വലി പാസ്പോർട്ട് ടോണി റോയ് എന്ന് പറഞ്ഞ പേരിലാണ്. അപ്പൊ ടോണി റോയ്, എന്താണ് ഈ പാസ്പോർട്ടിന്റെ ഒരു ഐഡിയ, അല്ലെങ്കിൽ എന്താണ് പറയാനുള്ളത്? അല്ല, പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫിലിമിന്റെ ഒരു സബ്ജക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊമോഷൻ പരിപാടി നമ്മൾ ഇത് വെച്ച് ചെയ്തു. ഇപ്പം യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള നിങ്ങൾ കേൾക്കുമ്പം ഒരു പാസ്പോർട്ട് എങ്ങനെയും അതിൽ ലിങ്ക് ചെയ്ത് ഉള്ള ഒരു സബ്ജക്റ്റാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ? നിങ്ങൾക്ക് എന്താ തോന്നുന്നേ അത് കണ്ടിട്ട്? ഫ്ലൈറ്റും ഉണ്ട്, പാസ്പോർട്ടും ഉണ്ട്, UK പോകാം, റെഡി. സോ ബേസിക്കലി നമ്മുടെ കോണ്ടന്റും അങ്ങനത്തെ ഒരു അതല്ല, ഐ മീൻ എക്സാക്ട്ലി അതല്ല, പക്ഷേ അതൊക്കെ കറങ്ങി തിരിച്ചു വരുന്ന ഒരു കോണ്ടന്റാ. സോ ടോണി റോയ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഞാൻ ചെയ്യുന്നത്. സോ അത് ടോണി റോയിന്റെ പാസ്പോർട്ടാണ്. ടോണി റോയിന്റെ കൂടെ ഉള്ള ഫാമിലിയാണ് ഇത്. ഫാമിലിയാണ്. അതെ. ജോണി സാറിന് എന്നാ പാസ്പോർട്ടിനെ പറ്റിയും പ്ലസ് ശരിക്കും UK ഓക്കെ ആണോ? തീർച്ചയായിട്ടും, അതുകൊണ്ടല്ലേ പാസ്പോർട്ട് കൊടുത്തേക്കുന്നത്. അപ്പൊ എന്നാ സിനിമയെ പറ്റി പറയാനുള്ളത്? സിനിമ ഞാൻ പറഞ്ഞല്ലോ, ഒരു നല്ല രസമുള്ള ഒരു സിനിമയാണ്. അതായത് രസം എന്ന് പറയുമ്പോൾ ഒരു നല്ല ഒരു കായിക പ്രസക്തിയുള്ള ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നുണ്ട്. പിന്നെ നല്ല ഇമോഷൻസ് ഉണ്ട്, കുടുംബ ബന്ധങ്ങളുണ്ട്, പിന്നെ സാധാരണക്കാരുടെ ഒരു സ്ട്രഗിളും അവരുടെ സ്വപ്നങ്ങളും അവരുടെ ഒരു കൊടുക്കൽ വാങ്ങലുകളും അതൊക്കെയാണ് ഒരു ഗ്രാമം ബേസ് ചെയ്തിട്ട് നടക്കുന്ന. അതിൽ അച്ഛൻ മകനുണ്ട്, കൂട്ടുകാരുണ്ട്, ഒന്നിച്ച് പഠിക്കുന്നവരുണ്ട്, പ്രണയിക്കുന്നവരുണ്ട്, പ്രണയിച്ച് ഒന്നിക്കാൻ പറ്റാത്തവരുണ്ട്. അങ്ങനെ ഒരുപാട് പേരെ
ഈ സിനിമ പ്രതിനിധീകരിക്കുന്നുണ്ട്. യെസ് മഞ്ചേച്ചി. സിനിമ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ ബന്ധങ്ങൾക്ക് ഒരുപാട് വാല്യൂ കൊടുക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതിലെ ഓരോ ബന്ധങ്ങൾക്കും അതിൻ്റേതായ വാല്യൂ സ്ക്രിപ്റ്റ് റൈറ്റർ അല്ലെങ്കിൽ ഡയറക്ടർ അതിന് വേണ്ട വാല്യൂ കൊടുത്തിട്ട് ഉണ്ടാക്കിയൊരു സിനിമയാണ് UK എന്ന് പറയുന്ന സിനിമ. നിങ്ങൾ പേഴ്സ് ആണോ? അല്ല ഞങ്ങൾ ബെസ്റ്റീസാ, ഫ്രണ്ട്സാ. സീരിയസ്ലി ഞങ്ങൾ പണ്ട് ഒന്നിച്ച് പഠിച്ച് പക്ഷേ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും ദുഃഖമാണെങ്കിലും കൊനഷ്ടാണെങ്കിലും സന്തോഷമാണെങ്കിലും എല്ലാം വന്ന് എൻ്റെ അടുത്ത് പറയുകയും ഞാൻ ഉപദേശിക്കുകയും ചെയ്യുകയും അപ്പൻ എൻ്റെ അടുത്ത് ഇത്രയും അടുപ്പമുള്ളത് കൊണ്ട് തന്നെ മകനും ഈ ഫാമിലിയായിട്ട് വളരെ അടുപ്പവും ഒരു സുഹൃത്തിനെ പോലെ ഒരു അമ്മയെ പോലെയൊക്കെ കാണുന്ന ഒരു മകനും ആണ്. അപ്പം ഇതൊരു ബോണ്ടിങ് ആയിട്ടുള്ളൊരു ഫാമിലി. ഈ ഉപദേശം കേട്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു സർ? നല്ല രീതിയിൽ തന്നെ പോയോ അതോ? പല എൻ്റെ ഉപദേശങ്ങളും കാരണമാണ് ഇങ്ങനെ രക്ഷപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ കുഴിച്ചാടും. ആണല്ലേ? കഴിഞ്ഞ പടത്തിൽ നിങ്ങൾ കപ്പിൾസ് ആയിരുന്നു, ഭാര്യയും ഭർത്താവുമായിരുന്നു. ഇതിൽ ബെസ്റ്റീസ് ആയി. എന്താ ഉദ്ദേശം? ഞങ്ങൾക്ക് അങ്ങനെ ദുരുദ്ദേശമൊന്നുമില്ല. കാണുന്ന നിങ്ങൾക്ക് വല്ല ദുരുദ്ദേശം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ തെറ്റല്ല. എങ്ങനെയുണ്ട് മഞ്ജു ചേച്ചി ആസ് എ ബെസ്റ്റി, ആസ് എ ഭാര്യ? എന്താ സാറിന് തോന്നുന്നത്? ഏതാ ഏറ്റവും ബെറ്റർ? മഞ്ജു നല്ല ആർട്ടിസ്റ്റ്. സേഫ് ആയിട്ടുള്ള ഒരു ആൻസർ അല്ല, ഞാൻ എന്നാ പറയാനാ ചേട്ടാ, വിവാഹപരമായ ഒരു ഉത്തരമാണ് ഒരു ഉദ്ദേശം. ഒരു വിവാദവും എന്നെ 60ാമത്തെ വയസ്സിലെ വിവാദം. എടോ ഞാൻ പറഞ്ഞുതരാം. ചേട്ടൻ പറഞ്ഞത് ഞാനൊരു നല്ല ആർട്ടിസ്റ്റായിട്ട്, ഒരു ബെസ്റ്റിയായിട്ടും ഒരു ഭാര്യയായിട്ടും ഒരു സിസ്റ്ററായിട്ടും ഒരു അമ്മയായിട്ടും വരെ നന്നായിട്ട് ഞങ്ങൾ പെയർ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് മഞ്ജുവിനോടൊക്കെ അഭിനയിക്കുമ്പോ നമുക്ക് തന്നെ തോന്നും ഇത്രയും വലിയൊരു അഭിനേത്രിയോട് അഭിനയിക്കാൻ നമ്മുടെ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. ചുമ്മാ അല്ല, ഞാൻ അഭിനയിക്കുമ്പോ ഒരു വലിയൊരു കാരണം എനിക്ക് ഭയം തോന്നും. അതെ, ദൈവമേ ഇവരടുത്ത എക്സ്പ്രഷൻ എന്തായിരിക്കും? അതായത് ഒരു പുതിയ ക്രിക്കറ്റർ നമ്മുടെ ഒരു മാർക്കറ്റ് മാർഷലിന്റെ ബോൾ ഫേസ് ചെയ്യുന്ന അതേപോലെയാണ്. അല്ല, ഞാൻ പറഞ്ഞില്ല, ഭയങ്കരമായിട്ട് നമുക്ക് കൂടെ നിൽക്കുമ്പോൾ സപ്പോർട്ട് കിട്ടുമ്പോൾ നമ്മളും അതനുസരിച്ച് നന്നാവും. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ കൂട്ടായ്മകളിലെ സീനിലാണെങ്കിലും ഇപ്പോൾ രഞ്ജിത്താണെങ്കിലും ഞാനൊക്കെ ആണെങ്കിലും എല്ലാവരും നല്ല രസകരമായി ലൈവായിട്ടുള്ള സീൻസ്. അതൊക്കെ കാരണം ഇപ്പോൾ മഞ്ജു, ഇന്ദ്രൻ സേട്ടൻ നല്ല ഒരു പ്രസൻസ് നമുക്ക് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന നമുക്കും തോന്നുമല്ലോ കട്ടയ്ക്ക് നിൽക്കണം എന്ന് തോന്നുന്ന ആ ഒരു മത്സരം നമുക്ക് തോന്നിപ്പിക്കുന്ന അങ്ങനെ ഒരു ബഹുമാനം തോന്നുന്ന ആർട്ടിസ്റ്റാണ്. ഇനി കൊച്ചെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ബാക്കിലോട്ട് വരാം. ഓക്കെ, അടുത്ത ആളിലോട്ട്. സാറിന്റെ ഫസ്റ്റ് മൂവിയാണ്, എന്താണ് ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ സിനിമയിൽ നല്ല കോൺഫിഡൻസ് ഉണ്ട്. അതായത് നമ്മൾ നല്ലൊരു സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള ഒരു കോണ്ടന്റ് ആണ് പ്രസന്റ് ചെയ്യുന്നത്. അത് ഓഡിയൻസ് നല്ല രീതിയിൽ തന്നെ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്ന പേര്? കുഴപ്പമില്ല, അങ്ങനെയല്ല, ചുമ്മാ പറഞ്ഞാൽ ഭയങ്കര നല്ല കംഫർട്ടബിൾ ആയിരുന്നു രഞ്ജിത്തുമായിട്ട് വർക്ക് ചെയ്യാൻ. പിന്നെ ഈ പറഞ്ഞ പോലെ ഡാൻസ് എന്നൊരു ഫാക്ടർ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും സിങ്ക് ആവാൻ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു ഡാൻസ് ഉള്ളത് കൊണ്ട്. മാം, എന്താ മൂവിനെ പറ്റി? മാമിന്റെ പ്രൊഡക്ഷൻ, മാമാണ് ഈ മൂവി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ എന്താണ് പറയാനുള്ളത്? ഈ മൂവി യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള ഫ്രേഗ്രന്റ് നേച്ചർ ഫിലിം ക്രിയേഷൻസ് ഇൻ അസോസിയേഷൻ വിത്ത് പൂയപ്പള്ളി ഫിലിംസ് ആണ് ചെയ്യുന്നത്. അത് എൻ്റെ ഹസ്ബൻഡ് സജീവ്, ഞാനും അലക്സ് എന്ന് പറഞ്ഞ് ഞങ്ങൾ 3 പേരും കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫിലിമാണ്. എൻ്റെ ഹസ്ബൻഡും അലക്സും ബാല്യ സുഹൃത്തുക്കളാണ്. സോ ഒരു അലൈൻഡ് തിങ്കിങ് എന്ന് പറയത്തില്ലേ, അപ്പം അങ്ങനെ ഒരു നല്ല കോണ്ടൻ്റ് ഉള്ള ഒരു സിനിമ, അതിന് യൂത്തിനാണെങ്കിലും കമ്മ്യൂണിറ്റിക്കാണെങ്കിലും പേരൻസിനാണെങ്കിലും നമ്മുടെ ലീഡേഴ്സിനാണെങ്കിലും എല്ലാം ഒരു ആലോചിക്കാൻ പറ്റുന്ന ഒരു വെരി ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് ആണ് ഈ സിനിമ അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പം അരുൺ ചേട്ടനോട് ചോദിക്കുകയാണെങ്കിൽ 3ാമത്തെ പടമാണ് UK. അപ്പം ഈ ഒരു ടൈറ്റിൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടൈറ്റിലാണ്. സോ ഈ ഒരു മൂവിയിലേക്ക് വന്നതും അറ്റ് ദ സെയിം ടൈം ഈ ഒരു മൂവി, ഈ ഒരു സബ്ജക്റ്റ് എടുക്കാനും ഈ ഒരു ടൈറ്റിലൊക്കെ യൂസ് ചെയ്യാനുള്ള റീസൺ? നമ്മൾ എന്തെങ്കിലും ഒരു തോന്നൽ വരുമ്പോഴാണ് അതിൽ നിന്ന് സിനിമ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഈ പ്രൊഡക്ഷനുമായിട്ട് അല്ലെങ്കിൽ രഞ്ജിത്തുമായിട്ട് ഞങ്ങളൊരു സിനിമ അങ്ങനെ ഒരു പ്ലാനിങ് വന്നു. അപ്പോൾ തീർച്ചയായിട്ടും വെറുതെ ഒരു പടം ആവരുതെന്നൊരു ആഗ്രഹം ഉണ്ടായി. അത് നമ്മൾ രഞ്ജിത്തിനെ ഇപ്പോൾ ഇതിന് മുന്നേയുള്ള സിനിമകളുടെ ഒരു വെച്ച് നോക്കിയിട്ട് നമ്മൾ കുറച്ച് എന്തെങ്കിലും ഒന്ന് മാറി ചിന്തിക്കണം എന്നുള്ള രീതിയിൽ ആണ് അങ്ങനെ
പിന്നെ നമ്മളുടെ ഫാമിലിയിലുണ്ടായ ചില ആ സമയത്തുണ്ടായ ചില സാഹചര്യങ്ങളും അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ പുറത്ത് കുറച്ച് ആൾക്കാർക്കും നമ്മുടെ ഫാമിലിയിൽ അല്ലാത്ത ആൾക്കാരും ഒക്കെ അനുഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ടെന്ന് അങ്ങനെ തോന്നി. അങ്ങനെ ഡിസ്കസ് ചെയ്ത് ഞങ്ങളെല്ലാവരും ഡിസ്കഷൻ്റെ ഭാഗമായിട്ടുണ്ടായ സിനിമയാണത്. പിന്നെ ഇതുപോലത്തെ ഒരു കോണ്ടൻറ്റ് നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ എല്ലാവരും അതിനെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ഒരു സൂപ്പർ ഹിറ്റോ അതിനേക്കാൾ അപ്പുറത്ത് നല്ല സിനിമ അല്ലെങ്കിൽ കുറച്ച് സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ്, അത് നമ്മൾ വെറുതെ ഒരു സിനിമ ചെയ്യുക ശരിയാണ്. സിനിമ ഉറപ്പായിട്ടും എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള സാധനം തന്നെയാണ്, ആൾക്കാരെ എൻഗേജിങ് ആക്കണം ഒക്കെ ശരിയാണ്. അതിൻ്റെ ഒപ്പം നമ്മൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സമൂഹത്തിന് നമ്മൾക്ക് എന്തെങ്കിലും ചിലപ്പോൾ ഒരു ഉപദേശമോ മെസ്സേജ് എന്ന് ഞാൻ പറയണില്ല, ഒരു തോന്നലെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം അഡ്രസ്സ് ചെയ്യാൻ പറ്റിയാൽ അത് ചില ആൾക്കാർക്ക് അതുകൊണ്ട് എന്തെങ്കിലും മാറ്റമൊക്കെ ഉണ്ടായാൽ അത് നമുക്ക് വലിയൊരു ഭാഗ്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ സിനിമയാണ് എന്ന് വെച്ചിട്ട് അതൊരു ഡോക്യുമെൻറ്റേഷൻ രീതിയിൽ നമുക്ക് പറഞ്ഞു പോകാനും പറ്റത്തില്ല. സിനിമ എൻ്റർടൈൻമെൻ്റ് ആണല്ലോ. അപ്പോൾ പാട്ട്, ഡാൻസ്, പിന്നെ ഇവർ ഇത്രയും പേര് സംസാരിച്ചില്ലേ, അങ്ങനത്തെ കുറേ കാര്യങ്ങളും അതല്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് ഒരു അവിയൽ പരിപാടിയായിട്ടൊരു സിനിമ ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല ശ്രമം നടത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് അതിൻ്റെ സക്സസ്. ഓക്കെ, റോണി ചേട്ടാ എന്നാ സിനിമയെ പറ്റി പറയാനുള്ള, ക്യാരക്ടറിനെ പറ്റി പറയാനുള്ളത്? അല്ല, അത് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ഇപ്പോൾ ജോണിച്ചേട്ടനാണെങ്കിലും മഞ്ചേച്ചിയാണെങ്കിലും ആൻമാഡാണെങ്കിലും എല്ലാവരും സിനിമയെക്കുറിച്ച് പറഞ്ഞു. ഞാൻ റൺവൈക എന്നുള്ള സുഹൃത്തിനെ വിശ്വസിച്ച് ഞാൻ ഈ സിനിമയിൽ വന്നു, നല്ലൊരു കഥാപാത്രം ചെയ്തു. ഇനിയിപ്പോൾ അത് UK ഓക്കെ ആണോ എന്നുള്ള കാര്യം പ്രേക്ഷകർ കാണുക, തീരുമാനിക്കുക. അരുൺ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ നല്ല ടെക്നീഷ്യൻസ്, ഒരുപാട് നല്ല ടെക്നീഷ്യൻസ്, DOP ഇപ്പോൾ സിനോജ് അയ്യപ്പൻ, രാജേഷ് മുരുകേശൻ, ശബരീഷ് വർമ്മ, വിഷ്ണു ഗോവിന്ദ്, അങ്ങനെ ഒരുപാട് നല്ല ടെക്നീഷ്യൻസിൻ്റെ ഒരു പടയും കൂടി. നമ്മൾ ആർട്ടിസ്റ്റുകൾ മാത്രം മുൻനിരയിൽ നിൽക്കുന്നവരല്ലാതെ പിൻനിരയിലും ഒരുപാട് ടെക്നീഷ്യൻസ് എന്ന് വെച്ചാൽ ക്വാളിറ്റി ടെക്നീഷ്യൻസ് വർക്ക് ചെയ്ത ഒരു സിനിമയും കൂടിയാണ്. അപ്പോൾ അവരുടെ എല്ലാം എഫേർട്ട് ഇതിൻ്റെ പുറകിലുണ്ട്. അവരൊന്നും മുൻനിരയിൽ വന്ന് ഇങ്ങനെ ഇരിക്കുന്നില്ലേ പോലും അവരുടെയൊക്കെ ഒരു എഫേർട്ട് ഇതിനകത്തുണ്ട്. അപ്പോൾ അതനുസരിച്ച് അവർ നല്ലൊരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സാറിനോട് എനിക്കൊരു ആസ് എ ഡയറക്ടർ എന്ന രീതിയിൽ ഞാൻ ചോദിക്കുകയാണെങ്കിൽ, സാർ ആസ് എ ഡയറക്ടർ രീതിയിൽ ഞാൻ ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ ഇത്രയും നാൾ പണ്ട് നമ്മൾ ഒത്തിരി നാൾ കണ്ട ക്യാരക്ടേഴ്സിൽ നിന്ന് വളരെ വ്യത്യസ്തമായി മമ്മൂക്കാൻ്റെ കുറച്ച് സിനിമകൾ ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ അതിനകത്ത് നമ്മൾ ചൂസ് ചെയ്യുന്ന പടമാണ് തുറുപ്പുകല. നമ്മൾ എനിക്ക് പേഴ്സണലി മമ്മൂക്കാൻ്റെ ആ ഒരു ക്യാരക്ടേഴ്സ് അതിനകത്ത് ഒരു പ്രത്യേക ഒരു ശൈലിയാണ് മമ്മൂക്ക ഡാൻസ് വരെ കളിച്ചിട്ടുള്ളത്. സോ മമ്മൂക്കാനെ ആ ഒരു പടത്തിൽ ആദ്യമേ ഫിക്സ് ചെയ്തതായിരുന്നു, അതോ പുള്ളിക്ക് വേണ്ടി എഴുതിയ പടമായിരുന്നു, അതോ അതെങ്ങനെയായിരുന്നു ആ ഒരു മൂവിൻ്റെ ഒരു ജേർണി? ഇത് തുറുപ്പുകലാൻ്റെ പ്രൊമോഷന് പറയേണ്ട കാര്യമാണ്. അന്ന് അത് നമുക്ക് അന്ന് ഡേറ്റ് തന്ന സമയത്ത് നമ്മൾ CID മ്യൂസിയം കൊച്ചിരാജാവ് വെച്ച സംവിധായകനാണ്. അപ്പൊ നമ്മളിൽ നിന്നൊരു തനിയാവർത്തനം അമരമൊന്നും അല്ല പുള്ളി പ്രതീക്ഷിക്കുന്നത്. എന്നെ പ്രതീക്ഷിക്കുന്ന ഒരു ഭയങ്കര രസമുള്ളൊരു സിനിമ, ഒരു അഴിച്ചുവിടൽ, അഴിഞ്ഞാട്ടമാണല്ലോ. അങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ മമ്മൂക്കയോട് പറഞ്ഞു, മമ്മൂക്ക 2 കൈ നിന്നിട്ട് സ്വീകരിച്ചു. പിന്നെ നമ്മൾ ആഗ്രഹിച്ചതിനപ്പുറമായിട്ട് അദ്ദേഹം അങ്ങ് പൂന്ത് വിളയാടി. ഞാൻ പറഞ്ഞത് സിനിമ ആരും ഉണ്ടാക്കുന്നതല്ല, ഉണ്ടാകുന്ന അത് ഒരുപാട് ഘടകങ്ങൾ ചേരുക, അമ്മയുന്ന അതങ്ങ് വരും. എല്ലാം നല്ല സിൻസിയറായിട്ട് നിന്നാൽ അത് കൃത്യമായിട്ട് എല്ലാ ഘടകങ്ങളും അനുകൂലമായി വരും. അങ്ങനെ വന്നിട്ടുള്ളതാണ് നമ്മുടെ വിജയചിത്രങ്ങൾ. പരാജയചിത്രങ്ങൾക്കെല്ലാം പിന്നിൽ എവിടെയോ നമ്മുടെ നോട്ടക്കുറവോ അല്ലെങ്കിൽ പിഴവോ വന്നിട്ടുണ്ടാവും. അങ്ങനെ ഒരു ഭാഗ്യം എല്ലാം കൊണ്ടും ഒത്തുവന്ന ഒരു എഫർട്ടിന് കിട്ടിയ ഒരു വിജയം. പിന്നെ മമ്മൂക്കയുടെ വിശ്വാസം, മമ്മൂക്കയുടെ പെർഫോമൻസ്, അതൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്, മമ്മൂക്കയെ പോലും നടനെ വെച്ച് അങ്ങനെ ചെയ്യിക്കോ ഇങ്ങനെ ചെയ്യിക്കോ. പക്ഷേ തിയേറ്റർ സക്സസ് ആകുമ്പോൾ അതൊന്നും ഒരു പ്രശ്നമില്ല. നമുക്ക് പിന്നെ സൂപ്പർ ഗുലാൻ എന്ന് പറഞ്ഞിട്ട് ബാലഭൂമിയിൽ കാർട്ടൂൺ വരെ വന്നു. ഇപ്പോഴും നമുക്ക് ഭയങ്കര എൻജോയ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാൻ എൻജോയ് ചെയ്യുന്ന, അല്ലെങ്കിൽ ചാനലിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ടെലികാസ്റ്റ് ചെയ്യപ്പെട്ട മമ്മൂക്ക ചിത്രം തുറുപ്പ് ഗുലാൻ. അപ്പോൾ ഹാപ്പിയാണ്. ആ ഒരു ഇതിൽ മഞ്ചേച്ചി ചെയ്ത ക്യാരക്ടേഴ്സ്, ഇപ്പം മഞ്ചേച്ചി തിരഞ്ഞെടുക്കുന്ന ക്യാരക്ടേഴ്സ് ഭയങ്കര നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ തട്ടുന്നതാണ്, ഒരു ശരിക്കും സ്പർശിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പം എങ്ങനെയാണ് ഈ ക്യാരക്ടേഴ്സ് ഒക്കെ ചൂസ് ചെയ്യണേ? ആക്ച്വലി ഞാൻ ചൂസ് ചെയ്യുന്നതിനേക്കാൾ ഉപരി ഇപ്പം ജോൺ ചേട്ടൻ പറഞ്ഞ പോലെ അവരെഴുതുന്ന ഒരു സ്ക്രിപ്റ്റിൽ ഇങ്ങനെ ഒരു ദൈവം തന്ന അനുഗ്രഹം എന്ന് ഞാൻ പറയുള്ളൂ. ഇങ്ങനെ ഒരു ക്യാരക്ടർ വരുമ്പോൾ നമുക്കത് മഞ്ജുനെ വെച്ച് ചെയ്യിക്കാം എന്ന് അവർക്ക് തോന്നണമെങ്കിൽ എന്തോ ഒരു ദൈവാനുഗ്രഹം, അല്ലെങ്കിൽ എന്തോ ഒരു എനിക്ക് എന്നിൽ വിശ്വാസമുണ്ട്, എൻ്റെ കഴിവിൽ എനിക്ക് വിശ്വാസമുണ്ട്. വിശ്വാസമുണ്ടെന്നാണ് പറഞ്ഞാൽ അഹങ്കാരം ഉണ്ടെന്നല്ല, എൻ്റെ കഴിവിൽ എനിക്ക് വിശ്വാസമുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഡയറക്ടേഴ്സ് ചൂസ് ചെയ്ത ആർട്ടിസ്റ്റാണ് ഞാൻ. അപ്പം ഞാൻ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ എന്നോടൊന്ന് കഥ പറയുമ്പോൾ അതെനിക്ക് ഓക്കെ ആകുന്നു എന്നുള്ളതാണ്. ചില ക്യാരക്ടേഴ്സ് വരുമ്പോൾ എനിക്കറിയാം അത് ഞാൻ ചെയ്യണ്ട എന്നെനിക്ക് ചിലത് മനസ്സിൽ പറയും. എന്താണെന്നറിയില്ല, പണ്ടേ എനിക്ക് കുഴപ്പമുണ്ട്, ചിലത് കേൾക്കുമ്പോൾ ഒരു നെഗ് അടിക്കും എനിക്ക്.
പേഴ്സണലി എനിക്ക് നെഗ് അടിക്കുക. അപ്പോൾ അത് ഞാൻ ചെയ്യാറില്ല. പക്ഷേ അത് ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനെ ചൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ മെയിൻലി നോക്കുന്നത് എനിക്ക് ആ സിനിമയ്ക്കകത്ത് മെയിൻലി എനിക്ക് സ്പേസ് ഉണ്ടോ എന്ന് നോക്കും. ആ സിനിമയുടെ സബ്ജക്റ്റ് എങ്ങനെയുണ്ട്, നല്ല കോണ്ടൻ്റ് ആണോ എന്ന് നോക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കി എന്തോ ഭാഗ്യവശാൽ വരുന്നതാണ് സിനിമയല്ലേ. സിനിമ. ഇപ്പൊ ജഗദീഷ് ചേട്ടനായിട്ടുള്ള ആ ഒരു പേരിനെ ചോദിക്കുമ്പോൾ നേരത്തെ നിങ്ങൾ സീരിയൽ ചെയ്തിട്ടുണ്ടാകും ജഗദീഷ് ചേട്ടനായിട്ടുള്ള, അതിനുശേഷം ഫാമിലിയിൽ ഒരുമിച്ച് വന്നപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നത്? പ്രത്യേകിച്ച് നമ്മളിപ്പം ഒരുപാട് പേര് ചോദിച്ച ചോദ്യമാണ്, എന്നാലും ഞാൻ ചോദിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്കത് ഫ്രഷ് ചോദ്യമാണ്. എന്താണെന്ന് വെച്ചാൽ ആ ട്രെയിനിൽ നിന്ന് എടുത്ത് ചാടുന്നത് സിനിമയിൽ ആ സീൻ ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് അവരാദ്യം അവർക്ക് ചോദിക്കാനൊരു പേടിയായിരുന്നു, ഡൂപ്പിനായിട്ട് ചെയ്യണോ എന്നൊക്കെയുള്ളൊരു. പക്ഷെ ഡൂപ്പിനായിട്ട് ചെയ്യുമ്പോൾ ഈ ക്ലോസും ഒന്നും വർക്ക് ചെയ്യാൻ പറ്റില്ല അവർക്ക്. സോ അവരെൻ്റെ അടുത്ത് ഇങ്ങനെ മടിച്ചാണ് പറഞ്ഞത്. ഈവൻ ക്യാമറമാനും അറിയില്ലായിരുന്നു, ആർട്ടിസ്റ്റ് ചാടുന്നു എന്ന് മാത്രമേ പറഞ്ഞോളൂ. അത് ഏത് ആർട്ടിസ്റ്റാണെന്ന് അറിഞ്ഞില്ലായിരുന്നു. അപ്പം അതിനകത്ത് എല്ലാവരും ഉണ്ടല്ലോ, ബേസിലും സന്ദീപും അപ്പൂപ്പനും എല്ലാവരും ഉണ്ട്. അപ്പോൾ ട്രെയിനിൽ നിന്ന് ആർട്ടിസ്റ്റ് എടുത്ത് ചാടുന്നു എന്ന് പറഞ്ഞപ്പോൾ ക്യാമറമാനെ വിചാരിച്ചു വെച്ചിരുന്ന ബേസിലെടുത്ത് ചാടുന്നു എന്നാണ്. ലാസ്റ്റാണ് മഞ്ജു ചേച്ചിയാണ് ചാടുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും മഞ്ജു ചേച്ചിയോ അയ്യോ ചാടുവോ എന്നൊക്കെ ഒരു സംശയമായിപ്പോയി. അപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ നമുക്കെന്താ ചാടാനോ എന്ന് ഞാൻ ഈസി ആയിട്ട് പറയായിരുന്നു. പക്ഷെ ചാടി കഴിഞ്ഞപ്പോഴാണ് പണി കിട്ടിയത്. ഒന്നും പറ്റില്ല. അതൊരു നമുക്കത് റിസ്ക്കാണ്. നമുക്ക് ആ ചാടുന്നത് എല്ലാം നമുക്ക് സേഫാണ്, താഴെ ബെഡ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ ആ ചാട്ടം ഒരു പ്രാവശ്യമല്ല ചാടുന്നത്. ക്ലോസ് എടുക്കാൻ ചാടണം, സജഷൻ എടുക്കാൻ ചാടണം, മൂവ്മെൻറ്റിൽ ചാടണം, ട്രെയിൻ നിർത്തിയിട്ട് ചാടണം, എല്ലാത്തിലും ചാട്ടം കിടക്കണം. ബാക്കിൽ നിന്നൊരു ചാട്ടമുണ്ട്, മീൻസ് ബാക്ക് ഷോട്ടിൽ ഈ വലിക്കുമ്പോൾ പോകുന്നൊരു ഇതുണ്ട്. അപ്പം അതൊരു പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും എനിക്ക് ഫിസിക്കലി എൻ്റെ കാലൊക്കെ ഭയങ്കര പെയിൻ ആയിരുന്നു. അതൊരു രാത്രി ഫുൾ നൈറ്റ് എടുത്തതാണത്. രാത്രി ഒരു 8 മണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് മോർണിംഗ് ഒരു 6 o'clock വരെ ഷൂട്ട് ചെയ്ത ഒരു സീക്വൻസ്. അത് പിറ്റേ ദിവസമായപ്പം നല്ല പണിയായി. ഇതെല്ലാം ഇതിന്റെ അപ്പുറം ചാടിക്കണം. എന്നിട്ടും 10 മണിക്ക് വീണ്ടും എഴുന്നേറ്റ് പോയി 10:30-11 മണിക്ക്. ഇല്ല പിന്നെ വെള്ളം എല്ലാം വേറെ പകൽ. അതെ സത്യം. പിന്നെ ഓട്ടമായിരുന്നു. അതാണ് സാർ നേരത്തെ പറഞ്ഞു മഞ്ജുപിള്ള ആർട്ടിസ്റ്റ് ആണ് എന്നൊരു സാറ് തന്നെ ഒരു ടൈറ്റിൽ തന്നു. ഇനി അതുക്കുള്ള ഒന്നും ഇല്ലല്ലോ. താങ്ക് യു. യെസ്. സിനിമയെ പറ്റി ഓൾറെഡി പറഞ്ഞു, ടോണീൻ്റെ ആണ് ഈ പാസ്പോർട്ട് എനിക്ക് കിട്ടിയിരിക്കുന്നത്. സോ നമ്മുടെ ഗോളത്തിന് ശേഷം കൽബ് കഴിഞ്ഞിട്ടായിരിക്കും ഗോളം. പക്ഷെ OTT-യിൽ വന്നത് കൽബായിരുന്നു. രണ്ടും പറയാം, ശരിക്കും പറഞ്ഞാൽ രണ്ടും ആ സെയിം ടൈം ഏകദേശം റീച്ച് കിട്ടിയ. പക്ഷെ കൽബിന്റെ ലുക്കാണ് ഈ ലുക്ക്. പക്ഷെ ഗോളത്തിൽ എൻ്റർലി വേറൊരാളാണ്, സീരിയസ് ആണ്, പോലീസാണ്, കംപ്ലീറ്റ്ലി വേറൊരാള്. കൽബിലേക്ക് വന്നപ്പം എന്താ പറയാ, പെൺപിള്ളേരുടെ ഹൃദയം കീഴടക്കുന്ന കാമുകൻ അല്ലേ അല്ലേ അങ്ങനെ പറയാം അല്ലേ? ഇതില് അങ്ങനെയൊക്കെയാണോ എല്ലാവരുടെയും മനസ്സൊക്കെ കീഴ്പ്പെടുത്തുന്നത്? അങ്ങനെ ഒരു ടൈറ്റിൽ കിട്ടുമ്പോ എങ്ങനെ ഹൗ ഡു യു ഫീൽ? ഹോപ്പ്ഫുള്ളി ഈ പടത്തിനെ പറ്റി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ഹോപ്പ്ഫുള്ളി അതായത് ഇതിൻ്റെ എയിം എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമൺ മാൻ ആയിരിക്കണം ടോണി എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ആ രീതിയിൽ അരുൺ പിക്ചറൈസ് ചെയ്ത ഈ പുള്ളീനെ. പക്ഷേ ഇപ്പം കൽബും കോളും എല്ലാം നോക്കിയും ഇതിലും ഒരു വ്യത്യസ്തത ഞാൻ കൊടുക്കാൻ നോക്കി. കാരണം ആ വ്യത്യസ്തത കാരണം എനിക്ക് ക്യാരക്ടറിലോട്ട് ഇൻട്രസ്റ്റ് വന്നത് ചെയ്യാൻ വേണ്ടി. കാരണം ചെയ്ത കാര്യം സ്ഥിരമായിട്ട് ചെയ്താൽ അത് പിന്നെ എല്ലാവർക്കും മടക്കും. സോ ഒരു പുതുമ കൊണ്ടുവരാൻ നോക്കി. ഈ ഗോളത്തിൽ സീരിയസ് അല്ല ചെയ്തേക്കുന്നത്, ഒരു പോലീസ് സീരിയസ് ക്യാരക്ടർ. ഇതിൽ കൽബിലേക്കും ഇതിലേക്കും വരുമ്പോ ഇപ്പൊ പറഞ്ഞൊരു പയ്യൻ ലുക്ക്, ഏതാ കുറച്ചും കൂടി ഈസി? എനിക്ക് പേഴ്സണലി ആസ് എ പേഴ്സൺ എന്നെ കുറച്ചുകൂടെയും രഞ്ജിത്ത് കുറച്ചുകൂടെ കണക്ട് ആവുന്ന ഒരു പയ്യൻ ലുക്കിലായിരിക്കും. പക്ഷെ എനിക്ക് ഇഷ്ടം ഇങ്ങനത്തെ കുറച്ചുകൂടെ റഫ് ക്യാരക്ടേഴ്സിനെ കളിക്കാൻ വേണ്ടിയാണ്. പക്ഷേ പേഴ്സണാലിറ്റി വൈസ് റിയൽ ലൈഫിൽ ഭയങ്കര സ്വീറ്റ് ആണ് അവൻ, ഭയങ്കര സ്വീറ്റ് പേഴ്സണാലിറ്റി ആണ്. അച്ഛൻ എന്താ പറയാനുള്ള മകനെ പറ്റി? രഞ്ജിത്തിനെ പറഞ്ഞ രഞ്ജിത്തിന്റെ ഒരു പെരുമാറ്റവും കാര്യങ്ങളും ഞാൻ പറഞ്ഞ സിനിമയിലെ ജീവിതത്തിൽ നമുക്ക് തോന്നും നമുക്കൊരു മകനെ ഇതുപോലെ അങ്ങനെ തോന്നിപ്പിക്കുക. അത് വലിയ കാര്യമാണ്. ഇപ്പം എന്നോട് കാണുമ്പോൾ നല്ല അച്ഛനാണ് കേട്ടോ എന്ന് വലിയ പറയാറുണ്ട്. ഏതാ ഞാൻ ദുഷ്ടനാണെന്നുള്ളവരെ എനിക്കേ അറിയുള്ളൂ. അതുപോലെ നമുക്ക് തോന്നും എപ്പോഴും. അല്ല എനിക്ക് ഇതായിട്ടല്ല, അല്ല ഞാൻ ഈ കല്യാണിയോടെ ഹൃദയം ചെയ്യുമ്പോൾ എൻ്റെ വീട്ടിൽ പിള്ളേർ വൈഫൊക്കെ ചോദിച്ചു എങ്ങനെയുണ്ട് കല്യാണി. അപ്പോൾ ഞാൻ പിള്ളേരോട് പറഞ്ഞു ഇനി നിൻ്റെ കൂടെ കൊണ്ടുവന്ന് വളർത്താൻ തോന്നുന്നു എന്ന് പറഞ്ഞാൽ നമുക്കൊരു മകനായിട്ട് കൂടെ നിർത്താൻ തോന്നുന്ന. കാരണം ഒരു ശല്യം പുള്ളിയുടെ കാര്യം ചെയ്ത് നമ്മളോട് കൂടെ അല്ലാതെ. ജോണി ചേട്ടാ, രഞ്ജിത്ത് നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ ജോണി ചേട്ടൻ ഒരു പേരിട്ടു, വൈബ് തന്ത.
ആണല്ലേ? പുതിയ ടാഗ് ലൈൻ. ഞാൻ അല്ല തന്തവൈബ് പറയാറുണ്ടല്ലോ. ആ പിന്നെ എന്തോ അത് കോംപ്ലിമെന്റ് അല്ലേ? ഞാൻ കോംപ്ലിമെന്റ് ആയിട്ട് പക്ഷെ ആ രീതിയിലല്ല പറഞ്ഞത്. ടോൺ ഇത്തിരി വ്യത്യാസം. അല്ല പക്ഷെ വേറെ ഇവിടുത്തെ പിള്ളേർ തന്തവൈബ് എന്ന് പറയുന്നത് വേറെ വലിയ അത് തന്ത വൈബ്. ആ, അതായത് രണ്ടും ഏകദേശം ഏജിനെ സെയിം വെച്ച് നോക്കുമ്പോ കുറച്ചുകൂടി യങ് ആണ്, പവർഫുൾ ആണ്. നമ്മുടെ ഏജിൽ ഐ മീൻ വൈബിൽ പിടിക്കണോ അതല്ലേ? ഈ കൊച്ചു പിള്ളേരെ രണ്ടു കൂടി അടിയുണ്ടാക്കും നോക്ക്. അയ്യേ, ഇതെന്തേത്? നീ അല്ലേ പറഞ്ഞു ഞാൻ നീ നിന്റെ വാക്കാണെന്നൊക്കെ ഇവിടെ അടി. ഇതാണോ പറഞ്ഞത് നല്ല കുട്ടിയാണെന്ന് മകൻ? അല്ല മകൻ നല്ല കുട്ടിയാ, എന്നോട് അങ്ങനെ ആയിരുന്നു. കുറച്ച് ചീത്ത കമ്പനി കുറച്ച് മോശം. അന്നപ്പോ ഞാനങ്ങ് വഷളായി പോയത്. അതെ അതെ. ജോണിച്ചേട്ടൻ്റെ സീക്വൻസ് എടുക്കുന്നതിന് മുന്നേ ജോണിച്ചേട്ടൻ പറയും, ജോണിച്ചേട്ടാ ഇതിൽ എനിക്ക് ജോണിച്ചേട്ടൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സീക്വൻസ് ആണിത്, അപ്പോൾ ഇത് ഏറ്റവും അടിപൊളിയാക്കണം എന്ന് പറയും. എല്ലാ സീനും ആ അപ്പൊ ഒരു അപ്പോൾ അവിടെ എല്ലാ സീനും ഒരു ദിവസം ഞാൻ ചോദിച്ചു, ഇപ്പൊ ഇതിനകത്ത് ഏതാ അല്ലാത്തത്? അല്ല, ഒരു പള്ളിയിൽ നിന്നുള്ള സാധനമുണ്ട്, അപ്പോൾ അത് എൻ്റെ ഭയങ്കര നിർബന്ധമായിരുന്നു. അപ്പോൾ അത് ഞങ്ങളിങ്ങനെ സ്പോട്ട് എഡിറ്റ് കണ്ടു കഴിഞ്ഞ് ജോണിച്ചേട്ടനെ കാണിച്ചപ്പോൾ ജോണിച്ചേട്ടനെ പറഞ്ഞു, ഇത് ഞാൻ അരുണ് തന്നെ ഗിഫ്റ്റാന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ നല്ല റോള്. അപ്പോൾ അല്ല അരുൺ തരുന്ന ഗിഫ്റ്റ് ഒന്നല്ല, അരുൺ എനിക്ക് തന്ന ഗിഫ്റ്റ്. അരുൺ എനിക്ക് തന്ന ഗിഫ്റ്റാന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു സീക്വൻസ് ഉണ്ട് കുറച്ച് ഇമോഷണൽ. അപ്പോൾ ജോണി ചേട്ടാ ഈ സിനിമയിൽ സ്ക്രിപ്റ്റ് എഴുതുന്ന പോലെ ഏറ്റവും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഓക്കെ, അപ്പോൾ അരുണിന് ഇഷ്ടമുള്ള സീൻ എന്നാ എടുക്കണേ നീ ചോദിക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് ഏത് സീനാണ് ഇഷ്ടം ശരിക്കും? എല്ലാ സീനും ഇഷ്ടാ. അങ്ങനെ ഭയങ്കര മറ്റേ ബട്ടർ മറ്റെന്താ പറയുക, അങ്ങനത്തെ ഒരു തന്നെ അവനുണ്ടല്ലോ. നമുക്ക് ചെയ്യുന്നത് എന്നെ ഫോൺ ചെയ്തിട്ട് ക്യാരക്ടർ വിളിച്ചപ്പം ചേച്ചി ക്യാരക്ടർ ചെയ്താൽ നന്നാവും, ചേച്ചി ചെയ്താലേ നന്നാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ച്. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മാക്സിമം പറ്റുന്നില്ല, എനിക്ക് ഷൂട്ട് എന്തൊക്കെ തിരക്ക്. ഞാൻ അരുണേടാ പറ്റത്തില്ല, എനിക്ക് ആകെ 5-6 ദിവസമേ കിട്ടുള്ളൂ. ഇപ്പോൾ 10-12 ദിവസം ചോദിച്ചു. അപ്പോൾ ഞാൻ കിട്ടുമെന്ന് തോന്നുന്നില്ല, എന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് വെച്ചു. അത് കഴിഞ്ഞ് 2-3 പ്രാവശ്യം വിളിക്കുമ്പോൾ ഇത് തന്നെ, ചേച്ചി ചെയ്താലേ ശരിയാവുള്ളൂ ചേച്ചി, ഇങ്ങനെ ലാസ്റ്റ് എനിക്ക് തീരെ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ അരുൺ, ഞാൻ ചോദിച്ചു എന്ത് ചെയ്യും അരുണേ നീ പറയാമെന്ന്. എന്ത് പറയാനാ ചേച്ചി, സെൻറ്റിമെൻറ്റ്സേ ചേച്ചി, ഞാൻ ഒന്നും പറയുന്നില്ല, ചേച്ചി ഇഷ്ടം എന്താണെന്ന് ചേച്ചി. ഇത് പറഞ്ഞപ്പോഴത്തേക്ക് നമുക്കൊരു സെൻറ്റിമെൻറ്റ്സ് ആയി. നാളെങ്ങാനും ഭയങ്കര വലിയ എമണ്ട സിനിമയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ വിളിക്കാതിരുന്നാലെന്നുള്ള ടെൻഷൻ വേറൊന്ന് സൈഡിൽ, അതിന് വേറൊന്ന് ഒന്നും പറയാനുണ്ട്. നമ്മൾ അരുണ അതല്ലടാ പ്രശ്നം, ഇല്ലേ ചേച്ചി കുഴപ്പമില്ല ചേച്ചി, എന്താണ് സെൻറ്റിമെൻറ്റ്സ് ആയി വച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമവും ഒരു ഡയറക്ടറെ ഞാൻ വിഷമിപ്പിച്ചല്ലോ എന്നുള്ള ഇതും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു അരുണേ ഒരു 8 ദിവസം ഞാൻ തരും, ഓക്കെ ഞാൻ നോക്കാം, പറ്റൂല പക്ഷെ ഞാൻ നോക്കാം. എല്ലാം ചെയ്തപ്പോഴേ അതാര് ചെയ്താലും നന്നാവും. ലാസ്റ്റ് ഞാൻ ഈ ഡയലോഗ് കേൾക്കുന്നത് ചേച്ചി ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ആര് ചെയ്താലും ആര് ചെയ്താലും നന്നാവുന്ന ഒരു ക്യാരക്ടറാണ്, അതായത് ഒരു എക്സ്ട്രാ ഓർഡിനറി ഒന്നും അല്ല. പക്ഷെ നമ്മളെ വീഴ്ത്തും എങ്ങനെയാന്നൊക്കെ. മഞ്ജു ഈ ഡയറക്ടേഴ്സിന്റെ ബ്രാക്ക് മേടിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണ്. അല്ല വേറെ എവിടെയോ പോയി നോക്കിച്ചപ്പോ ജോത്സ്യം പറഞ്ഞു ഒരു ഡയറക്ടർ ശാപം കാണുന്നു, ഇതിന് എന്താണ് പ്രതിവിധി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു 10 ഡയറക്ടേഴ്സിന്റെ ഇഷ്ടപ്രകാരം പടം ചെയ്യുക. അങ്ങനെ 6ാമത്തെ ഡയറക്ടർ ആയത്. പിന്നെ കുട്ടി ചോദിച്ചല്ലോ ഗ്യാപ്പില്ലാതെ 13-ാം തീയതി ഉച്ച മുതൽ 14 വരെ ഫ്രീയാ, വേണമെങ്കിൽ ഉപയോഗിച്ചോ. ഡേറ്റ് അങ്ങനെ തന്നെയായിരുന്നു ചേച്ചിയുടെ, ഭയങ്കര ടൈറ്റ് ഡേറ്റ് ഇത് കേക്ക് ജോണി ചേട്ടൻ ഇതൊക്കെ പറയുന്നില്ലേ, ഈ ജോണി ചേട്ടൻ ഇടയ്ക്ക് വിളിക്കുമ്പോൾ ഞങ്ങളൊരു 3 പടം, ഈ പടം ഉൾപ്പെടെ ഞങ്ങൾ ഒരു 3 പടം, പ്രിൻസ് ആൻഡ് ഫാമിലി, ഈ സിനിമ, സ്വർഗം, അല്ല ഈ 3 പടം ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുക, ഒരേ ടൈമിൽ മാറി മാറി ചെയ്യുക. അപ്പൊ ഇടയ്ക്ക് ഞാൻ ഇല്ലാത്ത സീക്വൻസ് ഇവിടെ വരുമല്ലോ, അപ്പൊ ജോണി ചേട്ടൻ അഡ്ജസ്റ്റ് ചെയ്യണം, മറ്റിടത്ത് ഞങ്ങൾ കോമ്പിനേഷൻ ആയിരിക്കും. അതെ മഞ്ജു എല്ലാ സിനിമയും കൂടെ ഇങ്ങനെ ചെയ്യരുത്, ഇടയ്ക്കൊക്കെ ഒന്ന് ശ്വാസം വിടണം, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വർക്ക് ചെയ്യണം കേട്ടോ, എനിക്കും കൂടെ ഒക്കെ ഡേറ്റ് വേണം. സംഭവത്തെ 3 പടത്തിന് ചേട്ടനുണ്ട്, എന്നിട്ട് ഞാൻ മാത്രമേ 3 പടം ചെയ്യുന്നുള്ള രീതിയിൽ. അതുകൊണ്ടല്ലേ മഞ്ജുവിനോട് ഞാൻ ഇടയ്ക്ക് എന്നെ വിളിച്ചിട്ട് ഒരു ജോൺ ചേട്ടൻ 18-ാം തീയതി എവിടാ, അപ്പൊ എനിക്കറിയാം 18-ാം തീയതി ഞാനിവിടെ ഉണ്ടാകരുത്, എനിക്ക് എന്റെ തല വെക്കാമല്ലോ. അയ്യോ ആരാ 10 തലയാ തനി രാവണി.
ടൈറ്റിലാ വേണ്ടത് മഞ്ജുചേച്ചിക്ക്. മഞ്ജുപിള്ളേനെ രാവണി എന്ന് വിളിച്ച് ജോണിച്ചേട്ടൻ. അതെ അതിനി അടുത്തൊരു ഒരു കണ്ടന്റ് ആവട്ടെ. അതെ. റോണിച്ചേട്ടൻ എന്തൊന്നും മിണ്ടായിരിക്കണേ. ഇല്ല പറയുന്നില്ലല്ലോ. അല്ലല്ല. കഴിഞ്ഞ പ്രാവശ്യം നേരത്തെ പരാതി പറഞ്ഞതാ. അതാന്ന് തോന്നുന്നു മിണ്ടായിരിക്കണേ, പറ്റൂല. അല്ല പറയുന്നുണ്ടല്ലേ, പിന്നെ നീ പറടാ. പറ മോനെ. ആ, ഞാൻ മനസ്സോർത്ത് സംസാരിക്കും. അതെ, മനസ്സോർത്ത് സംസാരിക്കും. ഞാൻ ചോദിക്കാം, നമ്മുടെ കണ്ണൂർ സ്കോഡില് റൈറ്ററും കൂടാണ് അതിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്നെ അങ്ങനെ ഒരു നമ്മള് എല്ലാത്തിനേക്കാൾ പുറമെ സാർ MBBS പഠിച്ചത്, അതെ. അവിടെ നിങ്ങൾ സിനിമയിലോട്ട് എത്തി. അല്ല അവിടെ നിന്നല്ല, അതിന് മുമ്പേ സിനിമ എന്നുള്ള ആഗ്രഹമുണ്ട്. വീട്ടിൽ ഇങ്ങനെ ഇതുപോലെ ഇപ്പോൾ നമ്മുടെ ടോണിയുടെ ക്യാരക്ടർ പറഞ്ഞ പോലെ തന്നെ വീട്ടിലുള്ള ആഗ്രഹങ്ങളൊന്നും നമ്മുടെ ആഗ്രഹം വേറെ ഒന്നും വരുന്നപ്പോൾ നമുക്ക് ബേസായിട്ടൊരു ഒരു ഡിഗ്രി വേണം, അല്ലാന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വേണമെന്നുള്ള പാരൻസിൻ്റെ നിർബന്ധം, എസ്പെഷ്യലി പപ്പയുടെ നിർബന്ധം. അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞു, നമ്മളത് പോയി ചെയ്തു, പഠിച്ച് തീർത്തു, നമ്മൾ വന്നു. പിന്നെ കുറേ നാൾ നമ്മൾ അതോടനുബന്ധപ്പെട്ട് വർക്ക് ചെയ്തു. നമ്മൾ സിനിമയിൽ ഓഡിഷൻസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ചിലത് കിട്ടും, ചിലത് കിട്ടില്ല. കൊച്ചു കഥാപാത്രങ്ങൾ ചെയ്തു. പിന്നെ അത് കുറച്ചുകൂടി വലിയ കഥാപാത്രം ആനന്ദം വന്നപ്പോൾ ഒരു ബ്രേക്ക് വന്നു. പിന്നെ കോവിഡ് വന്നപ്പോൾ നമ്മളിതോട് അനുബന്ധപ്പെട്ട എഴുത്തു പരിപാടിക്ക് നമ്മളിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പടം ഇറങ്ങി. അതിന് വേറെ ഒരു ചരിത്രമായിട്ട് മാറിയത്. ഡോക്ടർ പണി വിട്ടാൽ തന്നെ കുറെ രോഗികൾ രക്ഷപ്പെട്ടു വന്നിട്ട്. പക്ഷെ അങ്ങനെ കളിയാക്കരുത് കേട്ടോ. എന്റെ കൈയുടെ മറ്റേ ടെൻഡനൈറ്റിസ് കണ്ടുപിടിച്ചു തന്നത് ഇവനാ. ഞങ്ങൾക്ക് ഒരുമിച്ച കോവിഡ് വന്നത്. ഈ പുള്ളി എന്നിട്ട് രാവിലെ വിളിച്ച് ടെൻഷൻ അടിപ്പിക്കും. നീ നടക്കുമ്പോൾ 15 സ്റ്റെപ്പൊക്കെ നടന്നില്ലെങ്കിൽ എനിക്ക് ഒടുക്കത്തെ പേടിയാ. അപ്പം ഞാനിത് കഴിഞ്ഞപ്പോൾ എനിക്ക് റോണിവാട് സെറ്റിൽ ചെന്നിട്ടാണ് എനിക്ക് കിട്ടിയത്. നീ കരിക്കും വെള്ളം കുടിച്ചിട്ട് 50 സ്റ്റെപ്പ് നടക്കണം, എന്നിട്ട് പിന്നെ കഥപ്പുണ്ടോ എന്ന് നോക്കണം, മറ്റത് കഴിക്കരുത്. ഒരു ഡോക്ടർ നമ്മളങ്ങനെ പറഞ്ഞെന്നാണ് ഞാൻ ശരിക്കും ഇതായി വിസർജനയൊക്കെ ചെയ്തത്. നമ്മുടെ ഈ റോണിയും ബിജു പപ്പനും ഞാനും എല്ലാം കൂടെ ഒരു പടം അഭിനയിച്ചു ആറാട്ട്. അപ്പോൾ ബിജു പപ്പന് ഡോക്ടറാന്ന് ഞാൻ പരിചയപ്പെടുത്തിയായിരുന്നു. ബിജു പപ്പൻ ഇടയ്ക്ക് ചുമയൊക്കെ വരുമ്പോൾ അതെ എണ്ണാന്ന് വിളിക്കും. ഈ ഡോക്ടറെടുക്ക് മരുന്ന് ചോദിച്ചാൽ കറക്റ്റ് ഡോക്ടർ തന്നെ അല്ലേ? ഞാൻ ചോദിച്ചാൽ അങ്ങനെ തോന്നിയില്ലേ? അല്ല എണ്ണാ എന്തോ ഒരു പിന്നെ കറക്റ്റ് ഡോക്ടറാ. എന്നിട്ട് മരുന്ന് എഴുതി കൊടുത്തു ഏതാണ്ട്. എന്നിട്ട് അന്ന് മരുന്ന് കൊണ്ടുവന്നിട്ട് പിന്നെ എന്നെ വിളിച്ചിട്ട് എന്നാൽ അത് കഴിക്കാമല്ലോ അല്ലേ? ഞാൻ എന്താ കുഴപ്പം? അല്ല ഡോക്ടർ എഴുതി തന്നതാ, ഞാൻ മേടിച്ചതാ, ഒറിജിനൽ തന്നെ. ഞാൻ അതിലൊന്നര സ്ലാങ്ങില്ലേ, ഞാൻ അത് തന്നെ കഴിച്ചോളാൻ. പിന്നെ കഴിച്ചു, വെള്ളം കുടിച്ച് ഇറക്കി കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് ഡൗട്ട് ജോണി സാർ, നമ്മൾ എന്തായാലും വൈൻഡപ്പ് ചെയ്യാൻ പോവാം. അപ്പൊ അതിന് മുമ്പായിട്ട് സാറിനോട് ഒരു 2 ചോദ്യം, സിമ്പിളായ 2 ചോദ്യം. ഒന്ന്, കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ സിനിമ ചെയ്യാ, ഇനി എന്നാ ഒരു ഡയറക്ഷനിലേക്ക് വീണ്ടും ബാക്ക്? ഞാനത് പിന്നെ ഒരു ഇതിനകത്തൊരു അങ്ങനല്ല ഗ്യാപ്പ് വരാതിരിക്കട്ടെ. ഞാൻ അല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു സാഹചര്യം ഒരുങ്ങുകയാണ്. ഇപ്പൊ മൂസ 2-ന് വേണ്ടിയൊക്കെയുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ ഒരു പ്രഷർ നടക്കുന്നുണ്ട്. അപ്പൊ അത് ഉദയൻ സിബി നന്നായിട്ട് എഴുതിയൊക്കെ വരികയാണെങ്കിൽ നമ്മളത് ചെയ്യും. CID മൂസയുടെ സെക്കൻഡ് ഞങ്ങള് ശരിക്കും അത് ഹിറ്റാണ്. സാറിന്റെ ഫസ്റ്റ് മൂവി തന്നെ ഹിറ്റ് അടിച്ച് ഇൻഡസ്ട്രിയില്. അതുകൊണ്ട് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതേപോലൊരു വർക്ക്ഔട്ടിങ്. പ്ലസ് ഒരു കാര്യം കൂടെ, ഇപ്പം പണ്ടത്തെ ഇപ്പൊ ആസ് എ ഡയറക്ടർ വ്യൂ ഓഫ് പോയിന്റിൽ പണ്ടത്തെ സിനിമകളിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആണ് ഇന്നത്തെ സിനിമ. ഇന്നത്തെ മലയാളം എന്നല്ല എല്ലാ സിനിമകളും, പ്രത്യേകിച്ച് പണ്ടത്തെ സിനിമയേക്കാൾ കുറച്ചും കൂടി വളർന്നു മലയാള സിനിമ. അപ്പോൾ ആ ഒരു കഥകളും ആ ഒരു എല്ലാ സാഹചര്യങ്ങളും അറിയപ്പം ഒരു ഡയറക്ടർ വ്യൂ ഓഫ് പോയിന്റിൽ എന്താണ് ഈ ഒരു ഡിഫറൻസിനെ പറ്റി പറയാനുള്ളത് 2 സിനിമകൾ പണ്ടത്തെ ഇപ്പോഴത്തെയും വെച്ചിട്ട്? എനിക്ക് തോന്നുന്നു ഇപ്പോൾ സൗകര്യങ്ങൾ കൂടി. ഇപ്പോൾ നമ്മളിപ്പോൾ എന്നാ പറയണ്ടേ, ഇപ്പോൾ മോണിറ്റർ, സ്പോട്ട് എഡിറ്റ് നമ്മളൊന്നും ചെയ്യുന്ന സമയത്ത് ഇതൊന്നും ഇല്ലായിരുന്നു. റിവൈൻഡ് ഇപ്പോൾ അങ്ങനെ വളരെ ഈസിയായി. അതുകൊണ്ടാണ് ഒരുപാട് സംവിധായകരും ഒക്കെ ഉണ്ടാകുന്നത്. പിന്നെ ഇപ്പം ക്യാമറ തന്നെ ചെയ്യുമ്പോൾ ലൈറ്റ് ഫീൽഡിൽ വന്നാൽ പോലും എറേസ് ചെയ്ത് കളയാം. ഒരുപാട് സാധ്യതകളുണ്ട്. നമ്മൾ ഒരു ലിമിറ്റഡ് ചട്ടക്കൂട് എന്ന് വേണം അത് ചെയ്യാൻ. ഫിലിം ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഫിലിമിന് കാശ്, റീടേക്കിന് പേടിയാവും. ഒരുപാട് ഫിലിം കളയുന്നാൽ കാശ് കൊടുക്കും. അങ്ങനെ ഒരു വലിയ അങ്ങനത്തെ ഒരു സ്കൂളിൽ നിന്ന് വന്നവരാണ് നമ്മൾ. എനിക്ക് അത്തരം ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യുമ്പോഴും ഞാൻ അടുത്ത കാലത്ത് കമൽ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം കമൽ സാർ ഈ പറഞ്ഞ ആവശ്യമുള്ള ഷോട്ടേ എടുക്കുകയുള്ളൂ. എന്നുവെച്ചാൽ അരുണൊന്നും അങ്ങനെ അല്ലെന്നല്ല കേട്ടോ, എല്ലാവരും അങ്ങനെ തന്നെ. അങ്ങനെയുള്ളൊരു പുതിയ തലമുറയുണ്ട്, അതിൽപ്പെട്ട ഒരാൾ അരുണൊക്കെ. പക്ഷേ എനിക്കത് ഭയങ്കരമായിട്ട് നമുക്ക്, അതായത് പഴയ ആരും അമിത്ഷാ പഴയതല്ല, അത് അറിവുള്ളത് കൊണ്ടാണ്. എനിക്ക് തോന്നുന്നു പഴയ ആളുകളെ പഴയതെന്ന് വിളിക്കുന്ന പുതിയ ആളുകൾ അറിവില്ലായ്മ കൊണ്ടാണ് വിളിക്കുന്നത്. അവരെയൊക്കെ വല്ലപ്പോഴും സ്മരിക്കണം. ഡെയിലി സ്മരിച്ചാൽ അതിന്റെ അനുഗ്രഹം പുതിയ തലമുറയ്ക്ക് കിട്ടും. അപ്പം ഒരു കാര്യം കൂടെ, കുറച്ചും കൂടെ എളുപ്പം ഡയറക്ഷനാണോ അഭിനയമാണോ? എന്താ സംശയം? അവനല്ലേ അല്ല സാറിന് പേഴ്സണലി അത് നീ ഒന്ന് ഡയറക്റ്റ് ചെയ്ത് നോക്കണം. വേണ്ട അപ്പൊ പറയുന്നീ സുഖം ഇതാണ്. പക്ഷേ നമുക്ക് ഭയങ്കര സന്തോഷം. ഇപ്പം ഞാൻ തുറന്നു പറയാം, യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള വിജയിക്കണം എല്ലാവർക്കും ആഗ്രഹമുണ്ടെന്ന് നമുക്കൊക്കെ ഭയങ്കര സന്തോഷവും. പക്ഷെ ഇത് യഥാർത്ഥ ചാരിത്രാർത്ഥ്യമായ ഒരു പോരാളിയുടെ ഒരു ബ്രീത്ത് വരുന്നത് അരുണിൽ നിന്നായിരിക്കും.
ഇപ്പം മൂസ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട സിനിമ, 6 വർഷം മൂസയ്ക്ക് വേണ്ടിയല്ല പല പടങ്ങൾക്ക് വേണ്ടി നടന്നിട്ടാണ് അവസാനം മൂസയിലേക്ക് വരുന്നത്. 3 കൊല്ലത്തെ മൂസ ഫസ്റ്റ് ഡേ തിയേറ്ററിൽ ഉണ്ടാവും. ലാസ്റ്റ് ആളുകൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടാകുന്ന ആ സന്തോഷം ഉണ്ടല്ലോ, ഒരു എന്നാ പറയുക, ഒളിമ്പിക്സിൽ സ്വർണം കിട്ടുന്നതിലും വലിയ അതെ. അതൊരു വലിയ പ്രത്യേക അനുഭവമാണ്. അതുകൊണ്ട് ഡോക്ടർ റോണി പടം ചെയ്യാതിരിക്കരുത്. അത് സന്തോഷം. കാരണം താങ്കൾ എഴുതിയ ആളാണ്, നന്നായിട്ട് എഴുതിയ ആളാണ്. ഈസി ആയിട്ട് പറ്റും. വിതിൻ 3 years പുള്ളി അഭിനയിക്കും. നല്ല റോൾ ഞാനും ചെയ്യും, മഞ്ജു ചെയ്യും. അതൊക്കെ ആയാലും എല്ലാം ഫിക്സ് ആയാലോ. എന്നായാലും ഈ മാസം നമ്മുടെ സിനിമ തിയേറ്ററിൽ വരുവാണ്. സോ ഫൈനലി എന്നാണ് മെയ് 23 മൂവി തിയേറ്ററിലേക്ക് വരുവാണ്. ശരിക്കും UK ഓക്കെ ആവോ? എന്നാ നിങ്ങളുടെ ഫൈനലി ഓഡിയൻസിനോട് പറയാനുള്ളത്? നിങ്ങൾക്ക് ഓക്കെയാണ്? ഞങ്ങൾ ഓക്കെ, ഇനി നിങ്ങളും ഓക്കെ ആവണം. എല്ലാവരും കാണണം ഈ സിനിമ, മസ്റ്റായിട്ട് കാണേണ്ട സിനിമയാണ്. യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള മെയ് 23 തിയേറ്റേഴ്സിൽ വരുന്നു. ഇതെല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന, എല്ലാവർക്കും റെലവൻ്റായ ഒരു ബ്യൂട്ടിഫുൾ ഫിൽമാണ്. അതിനെ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് സക്സസ്ഫുൾ ആക്കണം. വലിയൊരു വിജയമാവട്ടെ UK ഓക്കെ. സോ എല്ലാവർക്കും നിങ്ങളെല്ലാം ഇനിയും ആർട്ടിസ്റ്റ് ഉണ്ട്. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ആൻഡ് ഞങ്ങൾ എല്ലാവരും വന്ന് കാണും. താങ്ക് യു സോ മച്ച്.